ഹായ്, വെൽക്കം ടു പ്രെപ്സ്കേറ്റ്. എല്ലാവരും കാത്തിരുന്ന കേട്ടറ്റ് വിജ്ഞാപനം വന്നു. കേട്ടറ്റ് വിജ്ഞാപനം കേട്ടറ്റ് 1, 2, 3, 4 കാറ്റഗറിയിലേക്കുള്ള വിജ്ഞാപനം വന്നു. ഫെബ്രുവരി മാസത്തിലാണ് അതിന്റെ എക്സാമും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ കേട്ടറ്റിന് ഇപ്പോൾ വളരെ പ്രാധാന്യം കൂടിയിരിക്കുന്ന സമയമാണ്. കേട്ടറ്റിന്റെ സ്വാഭാവികമായിട്ട് അധ്യാപക പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഏതൊരാളും നിർബന്ധമായും പാസ്സായിരിക്കേണ്ട എക്സാമാണ്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി വിധി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഫൈനൽ വിധിയിലേക്ക് എത്തിയില്ലെങ്കിൽ കൂടി ഈ കേട്ടറ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നേടിയെടുക്കേണ്ടതിന്റെ ആവശ്യകത നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു. അതുപോലെ തന്നെ അടുത്ത LP UP എക്സാം ഒക്കെ എഴുതണം, എനിക്കത് വേണം എന്ന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ്. കാരണം ഇനി 2026 നവംബർ ഡിസംബറോടുകൂടി LP UP നോട്ടിഫിക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ അതിന്റെ മുമ്പ് കിട്ടുന്ന ഒരു യഥാർത്ഥത്തിൽ കിട്ടുന്ന ഒരു ഫുൾ കേട്ടറ്റ് എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. അതിനുശേഷം വിജ്ഞാപനം വരുന്നതിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് കിട്ടുമോ ഇല്ലയോ, അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ സമയമുണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകാം. അപ്പോൾ ഈ കേട്ടിട്ട് തന്നെ നമ്മൾ നേടിയെടുക്കുകയാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഏറ്റവും സേഫ് സൈഡും അത് തന്നെയാണ്. അപ്പൊ ഈ കേട്ടറ്റിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഏറ്റവും പുതിയ ഇന്റൻസീവ് ബാച്ചുകൾ ആരംഭിക്കുകയാണ്. ആ ബാച്ചുകൾ ആരംഭിക്കുന്നത് ഡിസംബർ 26-നാണ് നമ്മുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നത്. ബാച്ചുകളുടെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ കേട്ടറ്റുമായി ബന്ധപ്പെട്ട ആ ഒരു ഡേറ്റുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് 22/12-നാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും ഫീസ് അടയ്ക്കാനുമുള്ള അവസാന തീയതി 30/12, അതായത് ഡിസംബർ മാസം 30-ാം തീയതി വരെ നമുക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കുകയും ഫീസ് അടയ്ക്കുകയും ചെയ്യാം. ഫൈനൽ പ്രിന്റ് 30/12/2025-നാണ് ഡേറ്റ് വന്നിട്ടുള്ളത്. ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് 11/2/2026 ഫെബ്രുവരി മാസം 11-ാം തീയതി. ഇനി എക്സാമുകളുടെ ടൈം ടേബിൾ എങ്ങനെയാണെന്ന് നോക്കാം. കാറ്റഗറി 1 കേട്ടറ്റ് 1 21/2/2026-നാണ് എക്സാം. അത് അന്നേ ദിവസം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ്. രാവിലെയാണ് 10 മണി മുതൽ 12:30 വരെ 2.5 മണിക്കൂറാണ് ഉള്ളത്. കാറ്റഗറി 2 അതേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 4:30 വരെയാണ് 2.5 മണിക്കൂർ സമയം. അങ്ങനെ തന്നെയാണല്ലോ. കാറ്റഗറി 3 കേട്ടറ്റ് 3 23-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ. അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് കാറ്റഗറി 4-ന്റെ എക്സാം നടക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് എക്സാമിന്റെ ആ ഒരു സമയക്രമം എന്ന് പറയുന്നത്. അപ്പോ ഓൺലൈനിൽ അപേക്ഷിക്കാനുള്ള അവസാന തീയതി 30-ാം തീയതിയാണ്. പക്ഷെ അത്രയ്ക്കൊന്നും വെക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിച്ച് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഭാഗം എന്ത് ചെയ്യുക, ക്ലിയർ ആക്കി വെക്കുക. ഇനി ഈ കേട്ടറ്റ് പാസ് മാർക്ക് എങ്ങനെയാണ് നമുക്കറിയാമല്ലോ. 150 മാർക്കിലുള്ള ഒരു എക്സാം ആണ്. അധ്യാപക യോഗ്യതാ പരീക്ഷയാണ്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 90 മാർക്ക്, അതായത് 60% മാർക്കാണ് ക്വാളിഫയിങ് ആയിട്ട് വേണ്ടത്. ഇനി റിസർവേഷൻ ഉള്ള കാറ്റഗറികൾക്ക് SC, ST, OBC, OEC കാറ്റഗറിക്ക് 82 മാർക്ക്, അതായത് 55% മാർക്കും മറ്റ് ഫിസിക്കലി ആയിട്ടുള്ള ആൾക്കാർക്ക്, ചലഞ്ചർ ആയിട്ടുള്ള ആൾക്കാർക്ക് 50% മാർക്ക്, അതായത് 75 മാർക്ക്. ഇതാണ് നമുക്ക് വേണ്ട ആ ഒരു ക്രൈറ്റീരിയ, അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കേണ്ട ആ പാസ് മാർക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടറ്റിന്റെ പ്രാധാന്യം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു. ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സുപ്രീം കോടതിയുടെ ആ വിധിയുടെ ഫൈനൽ വിധി വന്നില്ലെങ്കിൽ കൂടി, അതിലൊരു അന്തിമ തീരുമാനമില്ലെങ്കിൽ കൂടി നമ്മുടെ മുന്നിലുള്ള ഒരു അവസരമാണ് ഇത്. മാക്സിമം നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം, ഉപയോഗിക്കാൻ ശ്രമിക്കണം, അല്ലെ? അതായത് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് നിർബന്ധമാണ് എന്ന് പറയുന്ന ഒരു വിധി, അതിനൊരു 2 വർഷത്തെ സമയമൊക്കെ ആയിരുന്നു ആദ്യ വിധിയിൽ തന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട റിവ്യൂ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ കൂടി ഇനി വരുന്ന കേട്ടറ്റ് എത്രയും പെട്ടെന്ന് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഏകദേശം 60 മുതൽ 65 ദിവസം വരെയാണ് ഏകദേശം നമ്മുടെ മുന്നിലുള്ള സമയം എന്ന് പറഞ്ഞത്. ഈ ഒരു സമയം നമ്മൾ ഫലപ്രദമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ടെറ്റ് എന്ന് പറയുന്ന ആ ഒരു കടമ്പ നമുക്ക് ചാടിക്കടക്കാൻ സാധിക്കുകയും നമ്മുടെ ആ ഒരു ഭാവി അല്ലെങ്കിൽ കരിയർ നമുക്ക് എന്താക്കാം, സുരക്ഷിതമാക്കാനും സാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഓർക്കുക, തയ്യാറെടുപ്പ് കൃത്യമായും വ്യക്തമായും സമയബന്ധിതമായും ചെയ്യുമെങ്കിൽ മാത്രമേ ഈ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഈ കേട്ടറ്റിനുള്ള സിലബസ് നമുക്ക് പൂർണ്ണമായിട്ടും കവർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ 60 മുതൽ 65 ദിവസമാണ് ഏകദേശം നമ്മുടെ മുന്നിലുള്ളത് എന്നോർക്കുക. ഇനി എന്തുകൊണ്ട് പ്രെപ്സ്കെയിൽ ആപ്പിന് ഈ കാര്യത്തിൽ ഒരു ഏറ്റവും നല്ലൊരു മുന്നിലേക്ക് നിങ്ങളെ നയിക്കാൻ സാധിക്കും? ഒന്നാമത്തെ കാര്യം, നമ്മൾ പൂർണ്ണമായിട്ടും സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്.
ടെറ്റിന്റെ സിലബസ് പൂർണ്ണമായും നമ്മൾ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളിലൂടെയും ലൈവ് ഇന്ററാക്റ്റീവ് സെഷനുകളിലൂടെയും നമ്മൾ എന്ത് ചെയ്യും? ഇത് ഫലപ്രദമായി മുൻകൂട്ടി തയ്യാറാക്കിയ സ്റ്റഡി പ്ലാനിന്റെ ടൈം ടേബിളിന്റെ അടിസ്ഥാനത്തിൽ ഇത് നമ്മൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യും? നമ്മൾ കവർ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ആണുള്ളത്. എന്ന് പറഞ്ഞാൽ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസുകളുമാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ സൗകര്യപ്രദമായ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഓരോ കാര്യവും തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്താണ് മുൻകൂട്ടി തയ്യാറാക്കിയ സിലബസ് അനുസരിച്ച് അല്ലെങ്കിൽ ആ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലാസ്സുകൾ കാണുന്നത്. ലൈവ് ക്ലാസ്സുകളും നിങ്ങൾ ഓർക്കുക, അധ്യാപകരായിട്ടുള്ള സർവീസിലുള്ള ധാരാളം പേര് ഈ ടെറ്റിന് അപേക്ഷിക്കും. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവർക്കും കൂടി സൗകര്യപ്രദമാകുന്ന സമയങ്ങളിലായിരിക്കും നമുക്ക് ലൈവ് ക്ലാസ്സുകളും നടക്കുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു എക്സാം ആണെങ്കിലും അല്ലെങ്കിൽ എന്തിനു പഠിക്കുകയാണെങ്കിലും നമുക്ക് ആ എക്സാം എഴുതിയിട്ടുള്ള പ്രാക്ടീസ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ടോപ്പിക് വൈസ് എക്സാമുകൾ, റിവിഷൻ എക്സാമുകൾ, മോഡൽ എക്സാമുകൾ, പ്രീവിയസ് ഇയർ എക്സാമുകൾ എന്ന് പറഞ്ഞ് ഈ ഒരു ഭാഗം നമ്മൾ പൂർണ്ണമായും ഉറപ്പിക്കുന്നത് വരെയുള്ള കൃത്യമായ പരീക്ഷകൾ നമ്മുടെ മുന്നിലുണ്ടായിരിക്കും. അപ്പോൾ ഓരോ പരീക്ഷയും എഴുതി നമ്മുടെ സ്ഥാനം എവിടെയാണ്, നമ്മുടെ മാർക്ക് എത്രയാണ്, നമ്മൾ എത്രത്തോളം മുന്നേറണം, ഏത് ഭാഗമാണ് കുറവ്, ഏത് ഭാഗമാണ് ഞാൻ സ്ട്രോങ് തുടങ്ങിയ കാര്യങ്ങൾ സ്വയം നമുക്ക് വിലയിരുത്താൻ സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? ഈ ക്ലാസ്സുകളോടൊപ്പം തന്നെ നിങ്ങൾക്ക് PDF നോട്ടുകൾ ലഭ്യമാവും. ആ നോട്ട് വെച്ച് ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഓരോ ഭാഗവും വ്യക്തമായി മനസ്സിൽ ഉറപ്പിച്ച് പഠിക്കാൻ സാധിക്കും. അതുപോലെ സ്കൂൾ പാഠപുസ്തകങ്ങൾക്ക് ടെറ്റിലുള്ള ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സ്കൂൾ പാഠപുസ്തകങ്ങൾ SCERT ക്യാപ്സ്യൂൾ വൈസ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇതൊരു സമ്മറി നോട്ട് പോലെ, ചാപ്റ്റർ വൈസ് നോട്ട് പോലെ നിങ്ങൾക്ക് ലഭ്യമാകും. പിന്നെ ഓരോ കണ്ടന്റും എന്ന് പറഞ്ഞാൽ ഏത് ഭാഗമാണ് കൂടുതൽ എന്ന് പറഞ്ഞ് ഫോക്കസ്ഡ് കണ്ടന്റ് ആയിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. കാരണം നമ്മുടെ മുന്നിൽ സമയം എന്ന് പറയുന്നതിന് കുറച്ച് പരിമിതിയുണ്ട്. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഇത് എന്ത് ചെയ്യണം? കൈകാര്യം ചെയ്യണം. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ഇത്ര മാർക്കാണ് നമുക്ക് വേണ്ട ആ ഒരു ത്രഷോൾഡ് അല്ലെങ്കിൽ ഒരു വിന്നിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു കടമ്പ എന്ന് പറയുന്നത് 92 80 എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഈ സൈക്കോളജി ആൻഡ് പെഡഗോഗിക്ക് ഇതിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. എന്ന് പറഞ്ഞാൽ സൈക്കോളജി ആൻഡ് പെഡഗോഗി പല സബ്ജക്റ്റുകളുടെ ഭാഗത്തു നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം പൂർണ്ണമായിട്ടും മനസ്സിലാക്കി വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു പാസ് മാർക്കിന്റെ 60% മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ഭാഗമാണ് ഹൈ സ്കോറിംഗ് ഏരിയ. ഈ ഭാഗത്തിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക. അതിൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സുകളൊക്കെ ഡോക്ടർ വി ബാലകൃഷ്ണൻ സാറിന്റെ നേതൃത്വത്തിലായിരിക്കും ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ ലൈവ് ക്ലാസ്സുകളെല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് തീർത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഇനി ഇങ്ങനെയുള്ള നമ്മുടെ ഈ കേട്ടറ്റ് ബാച്ചുകൾക്ക് ഏറ്റവും മിനിമമായ എല്ലാവർക്കും താങ്ങാൻ സാധിക്കുന്ന ഒരു ഫീസ് സ്ട്രക്ചറിലാണ് ഈ ബാച്ചുകൾ നമ്മൾ ആരംഭിക്കുന്നത്. അപ്പൊ കേട്ടറ്റ് 1ന്, അതായത് നമുക്കറിയാമല്ലോ LP ക്ലാസ്സുകൾക്ക് വേണ്ടിയാണ് 1 എന്നൊന്നും ഞാൻ ഇപ്പൊ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ കേട്ടറ്റ് കാറ്റഗറി 1ന് 1500 രൂപയും കേട്ടറ്റ് കാറ്റഗറി 2ന് 1900 രൂപയും 3ക്ക് 2500 നമ്മുടെ ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ബാച്ചായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു. അപ്പൊ മറക്കണ്ട, നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു. നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഡിസംബർ 26 നമ്മുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കും. നമ്മൾ തയ്യാറെടുപ്പ് ആരംഭിക്കുക. ആ തയ്യാറെടുപ്പ് പൂർണ്ണമായും നമ്മൾ നടത്തുന്നതിനോടൊപ്പം ഫെബ്രുവരി 11 നമ്മുടെ ഹാൾ ടിക്കറ്റ് വരുന്നു. പിന്നെ നിങ്ങൾക്കറിയാം ഫെബ്രുവരി 21 മുതൽ 23 വരെയാണ് പല കാറ്റഗറിയിലുള്ള എക്സാം. ആ എക്സാം നമ്മൾ നേടിയെടുക്കുന്നു. നമുക്ക് പൂർണ്ണമായിട്ടും നേടിയെടുക്കാമെന്ന ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നേറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്കിത് വേണമെന്നുള്ള കഠിനമായ ആ ഒരു ആഗ്രഹത്തോടെ മുന്നേറി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടാവുന്നതേയുള്ളൂ ഈ ടെറ്റ്. അപ്പോ ഏറ്റവും നന്നായി പഠിക്കുക, ഏറ്റവും നന്നായി എക്സാം എഴുതുക, ആ ടെറ്റ് എന്ന് പറയുന്ന കടമ്പ ചാടിക്കിടക്കുക, നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുക. ഓക്കെ, ഇത്രയേ പറയാനുള്ളൂ. താങ്ക് യു.